സംസ്ഥാന രാഷ്ട്രീയത്തിലേറെ നിർണായകമായ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിന്റെ ആരവം ഉയരുമ്പോൾ CPM പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഭരണ നേതൃത്വത്തെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് അതിശക്തമായ ഒരു ആരോപണം ഉയർന്നിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ CPM ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗം ആനി അശോകനാണ് CPM BJP രഹസ്യധാരണ എന്ന ഗൗരവമായ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പാർട്ടിക്കുള്ളിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടാണ് EDയിൽ ആരോപണം. CPM നേതൃത്വം ചില വാർഡുകളിൽ BJPക്ക് അനുകൂലമായി നിലപാടെടുക്കുന്നുവെന്നും ഇതിന്റെ സൂത്രധാരൻ കഴക്കൂട്ടം MLAയും പ്രമുഖ നേതാവുമായ കടകംപള്ളി സുരേന്ദ്രനാണെന്നുമാണ് ആനി അശോകന്റെ വെളിപ്പെടുത്തൽ. ഈ രഹസ്യ ധാരണയ്ക്ക് പിന്നിൽ കടകംപള്ളി സുരേന്ദ്രന് സ്വന്തമായി ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് ആനി അശോകൻ ആരോപിക്കുന്നു. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുമ്പോൾ തിരിച്ച് വോട്ട് കിട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം BJPക്ക് അനുകൂലമായി നിലവിൽ സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നതെന്നാണ് അവരുടെ പ്രധാന ആക്ഷേപം. മുൻപും ഇപ്പോഴും കടകംപള്ളി സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത് BJPക്ക് അനുകൂലമായിട്ടാണ് എന്ന് ആനി അശോകൻ തുറന്നടിച്ചു. വിജയിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥികളെ കരുതിക്കൂട്ടി നിർത്തിക്കൊണ്ട് BJPക്ക് വിജയം ഉറപ്പാക്കാനാണ് ഈ ശ്രമമെന്നും അവർ ആരോപിക്കുന്നു. തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് പ്രത്യേകിച്ചും കഴക്കൂട്ടം മണ്ഡലത്തിൽ നിലനിൽക്കുന്ന ജാതി സമവാക്യങ്ങളെ ഉപയോഗിച്ചാണ് ഈ നീക്കങ്ങൾ നടക്കുന്നതെന്നും അവർ ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ജാതിയെ ഒരു ഉപകരണമാക്കുന്നു എന്ന വിമർശനവും ഇതിലൂടെ അവർ ഉന്നയിച്ചു. പാർട്ടിക്കുള്ളിൽ കടകംപള്ളി സുരേന്ദ്രൻ ഭയങ്കരമായ അപ്രമാദിത്വമാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്നും ആനി അശോകൻ ആരോപിച്ചു. ഒരു വർഗ ബഹുജന സംഘടനയുടെ പ്രവർത്തന പാരമ്പര്യമില്ലാത്ത ആൾക്കാരെയാണ് ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി വെച്ചിരിക്കുന്നതെന്നും ഇത് പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങളെ തകർക്കുന്നതാണെന്നും അവർ പറഞ്ഞു. 25 വർഷമായി ഒരേ സ്ഥാനാർത്ഥിയെ തന്നെ ചില വാർഡുകളിൽ പരിഗണിക്കുന്നതിലെ അനീതി അവർ ചോദ്യം ചെയ്തു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പണവും ജാതിയും വലിയ ഘടകങ്ങളായി മാറിയെന്നും ആനി അശോകൻ ആരോപിച്ചു. 3.5 പതിറ്റാണ്ടായി താൻ CPM പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. എന്നിട്ടും തന്റെ പേര് പോലും സ്ഥാനാർത്ഥിത്വത്തിന് പരിഗണിച്ചില്ല. തന്റെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യത്തെയും അർപ്പണബോധത്തെയും നേതൃത്വം ഒരു പുല്ലിന്റെ വില പോലും കൽപ്പിക്കുന്നില്ലെന്നും അവർ രോക്ഷം പ്രകടിപ്പിച്ചു. നേതൃത്വത്തിന് നൽകിയ നിരവധി പരാതികൾ അവഗണിച്ചു. കമ്മിറ്റികളിൽ താൻ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ചും വിവേചനങ്ങളെക്കുറിച്ചും നൽകിയ പരാതികൾ പൂഴ്ത്തപ്പെടുകയായിരുന്നു. ഇത്തരത്തിലുള്ള ഉൾപാർട്ടി ജനാധിപത്യമില്ലായ്മയാണ് സ്വതന്ത്രമായി മത്സരിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി. പാർട്ടി നേതൃത്വത്തോടുള്ള ശക്തമായ വിയോജിപ്പും താൻ നേരിട്ട അവഗണനയും കാരണം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ആനി അശോകൻ പ്രഖ്യാപിച്ചു. CPM ലോക്കൽ കമ്മിറ്റി അംഗം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ CPMന് വലിയ വെല്ലുവിളിയാകും. കഴിഞ്ഞ തവണ ചെമ്പഴന്തി വാർഡിൽ ആരും തന്നെ അറിയാത്ത ഒരാളെയാണ് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയതെന്നും അവർ ഓർമ്മിപ്പിച്ചു. കഴിവുള്ളവരെ തഴഞ്ഞ് ദുർബലരെ നിർത്തി BJPക്ക് വിജയം ഉറപ്പാക്കുന്നു എന്ന ആരോപണത്തെ ബലപ്പെടുത്താൻ അവർ ഈ സംഭവം ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം CPM BJP പാർട്ടികൾക്ക് ഒരുപോലെ അഭിമാന പ്രശ്നമാണ്. CPM ഭരണം നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ BJP സംസ്ഥാനത്തെ തങ്ങളുടെ ഏക കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ കിണഞ്ഞ് ശ്രമിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് രഹസ്യധാരണയുടെ ആരോപണം കൂടുതൽ ഗൗരവമാകുന്നത്. EDയിൽ ആരോപണം BJPക്ക് അപ്രതീക്ഷിത നേട്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. CPM വോട്ടുകൾ ഭിന്നിക്കുകയോ അല്ലെങ്കിൽ അണികൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കപ്പെടുകയോ ചെയ്താൽ അത് BJPക്ക് അനുകൂലമായി മാറും. ആനി അശോകന്റെ ഗുരുതരമായ ആരോപണങ്ങളോട് CPM നേതൃത്വം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ആരോപണങ്ങൾ തള്ളിക്കളയുമോ അതോ വിശദീകരണം നൽകുമോ എന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നു. പാർട്ടിക്ക് ഇതൊരു ആഭ്യന്തര പ്രതിസന്ധി സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. മുതിർന്ന നേതാവായ കടകംപള്ളി സുരേന്ദ്രനെതിരെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം ഇത്രയും ശക്തമായ ആരോപണം ഉന്നയിക്കുന്നത് അസാധാരണമാണ്. പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോരുകളും അധികാര വടംവലികളും ഈ ആരോപണങ്ങൾക്ക് പിന്നിലുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. പാർട്ടിക്കുള്ളിലെ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയ എത്രത്തോളം ജനാധിപത്യപരമാണെന്ന ചർച്ചകളും ഈ സംഭവം വഴിയൊരുക്കി. താഴെ തട്ടിലുള്ള പ്രവർത്തകരുടെ അഭിപ്രായങ്ങളെയും കഴിവുകളെയും നേതൃത്വം വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്ന വിമർശനവും ശക്തമാകുന്നു. തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ഈ ആഭ്യന്തര കലഹം CPMന്റെ സംഘടനാപരമായ കെട്ടുറപ്പിനെ ചോദ്യം ചെയ്യുന്നതാണ്. അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന ഇത്തരം വിയോജിപ്പുകൾ വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചാൽ അത് കോർപ്പറേഷൻ ഭരണകൂടം പിടിക്കാൻ പാർട്ടിയെ ഏറെ ബുദ്ധിമുട്ടിലാക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് എന്നും CPMനും BJPക്കും ഇടയിലുള്ള ശക്തമായ പോരാട്ടത്തിന്റെ വേദിയാണ്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF ഇവിടെ ദുർബലമായ സാഹചര്യത്തിൽ ഓരോ വോട്ടും നിർണായകമാണ്. ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗമായ ആനി അശോകൻ സ്വതന്ത്രമായി മത്സരിക്കുന്നത് ആ വാർഡിൽ CPMന് നേരിട്ട് ഭീഷണിയാകും. ഇത് ചെമ്പഴന്തി വാർഡിൽ ഒരു ത്രികോണ മത്സരത്തിന് കളമൊരുക്കുകയും BJPയുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. സ്വന്തം പാർട്ടിക്കുള്ളിലെ DL ആരോപണങ്ങൾ പുറത്തു വരുമ്പോൾ കേരള രാഷ്ട്രീയം ഒരു പുതിയ വഴിത്തിരിവിലാണ് എത്തി നിൽക്കുന്നത്. ഈ വിവാദം തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് ഫലത്തെയും തുടർന്ന് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെയും എങ്ങനെ സ്വാധീനിക്കുമെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം.